ഹായ് ഡിയേഴ്സ്, അവളിടം ബൈ നീതുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വൈകുന്നേരം വരെ ഇരിക്കുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി നമുക്ക് ഉണ്ടാക്കണേ എങ്ങനെ നോക്കാം. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു പരന്ന പാത്രം എടുത്തിട്ടുണ്ട്. കുറച്ച് പരന്നിട്ടുള്ള പാത്രം എടുക്കുന്നതാണ് നല്ലത്. നമുക്ക് കുഴയ്ക്കാനൊക്കെ സുഖം അതാണ്. കുറച്ച് വിസ്താരമുള്ള പാത്രം എടുക്കുന്നതാണ്. ഇനി അതിനകത്തേക്ക് ഞാൻ 2.5 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കപ്പിന് 2.5 കപ്പാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാൻ ഗോതമ്പ് പൊടിയൊക്കെ എടുക്കുമ്പോൾ അരിച്ചിട്ടാണ് എടുക്കാറുള്ളത്. അപ്പോൾ ഗോതമ്പ് പാക്കറ്റ് പൊടിയാണ്, അപ്പോൾ അതിലെന്തെങ്കിലും ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ അരിച്ചിട്ടാണ് എടുക്കാറുള്ളത്. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ആശീർവാദിൻ്റെ ഗോതമ്പ് പൊടിയാണ് കേട്ടോ. അതിൻ്റെ കണക്കാണ് ഞാനിവിടെ പറയുന്നത്. ഇനി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അരിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ടീസ്പൂണ് പഞ്ചസാരയും കൂടി ചേർക്കുക. പഞ്ചസാരയും കൂടി ചേർത്താൽ ചപ്പാത്തിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് ചൂടുവെള്ളം ചേർക്കണം. ചൂടുവെള്ളമാണ് ചേർക്കുന്നത്, തണുത്ത വെള്ളമല്ല, ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം. ഇത് നമ്മൾ ഈ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുറേശ്ശെ ഒഴിച്ച് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നമുക്കറിയാമല്ലോ കറക്റ്റ് വെള്ളം എത്രയാണ് വേണ്ടത്, പൊടി നനഞ്ഞോ എന്നൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ ഈ പൊടി എല്ലായിടത്തേക്കും നനവ് എത്തുന്ന രീതിയിൽ നന്നായിട്ട് സ്പൂണ് കൊണ്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ച് നല്ല മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈ കൊണ്ട് കുഴച്ചിട്ടെടുക്കാം. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ആദ്യം കുഴയ്ക്കുമ്പോൾ നമ്മൾ കയ്യിലൊക്കെ നന്നായിട്ട് ഒട്ടി പിടിക്കും. പക്ഷെ കുറച്ചൊന്ന് 1 മിനിറ്റ് നേരം കുഴച്ച് കഴിഞ്ഞാൽ ആ ഒട്ടലൊക്കെ മാറി കിട്ടും. അപ്പോൾ ഞാനിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കണമൊന്നുമില്ല. കുറച്ച് നേരം കുഴച്ച് കഴിഞ്ഞാൽ കയ്യിൽ ഒട്ടാതെ ഇരിക്കും. അപ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കണേ. ഇനി ഇതിനകത്തേക്ക് ഞാൻ 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അതിനകത്തേക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. പക്ഷേ നെയ്യ് ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം. ഇത് കുഴച്ച് വരുമ്പോൾ നെയ്യൊക്കെ നന്നായിട്ട് അതിനകത്തേക്ക് അബ്സോർബ് ആയിട്ടുണ്ടാവും. അപ്പോൾ നല്ല കുഴച്ച് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കണ്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് 20 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. 20 മിനിറ്റ് നേരം വെക്കണം നല്ലത്. ധൃതി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഇട്ടാലും കുഴപ്പമില്ല. റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ അടച്ച് തന്നെ വെക്കണം, അല്ലെങ്കിൽ മാവ് ഡ്രൈ ആയിട്ട് പോവും. ഇനിയിപ്പോൾ 20 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ചപ്പാത്തി പരത്തിയെടുക്കാം. ആദ്യം നമുക്ക് കുറച്ച് മാവ് എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. നന്നായിട്ട് ഉരുട്ടിയെടുക്കാം. എന്നിട്ടൊന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തൊന്ന് പരത്തിയെടുത്തതിന് ശേഷം പൊടിയിലൊന്ന് മുക്കിയെടുക്കാം. എന്നിട്ട് പരത്തി കൊടുക്കാം. ഇത് നന്നായിട്ട് അമർത്തി നല്ല പ്രഷർ കൊടുത്ത് പരത്തരുത്. മെല്ലെ അങ്ങനെ പരത്തി കൊടുക്കുക. അതേപോലെ കൈ കൊണ്ട് മെല്ലെ ഒന്ന് തിരിച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് പരത്തുക, പിന്നെയും തിരിച്ചു കൊടുക്കുക, പരത്തുക, അങ്ങനെ പരത്തിയെടുക്കുക. അപ്പോൾ നമുക്ക് നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ ചപ്പാത്തി പരത്തിയെടുക്കാൻ പറ്റും. ഇത് നടുവിൽ കുറച്ച് കട്ടി ഉണ്ടാവണം, സൈഡ് ഭാഗത്ത് അധികം കട്ടി ഉണ്ടാവരുത്. എന്നിട്ട് അധികമുള്ള പൊടിയൊക്കെ അതേപോലെ ഒന്ന് കയ്യിൽ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയാൽ അധികമുള്ള പൊടിയൊക്കെ പോവും. പൊടി കൂടുതലുണ്ടെങ്കിൽ ചപ്പാത്തി കരിഞ്ഞു പോവും. ഇനി നമുക്ക് പാന് നല്ല ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് ചപ്പാത്തി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു സൈഡിൽ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കുമ്പിള പൊന്തി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതേപോലെ ചെറിയ കുമിളകളുണ്ടാവും. എന്നിട്ടത് പിന്നെയും തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിന് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ തീ കൂട്ടി വെച്ചിട്ട് വേണത് ചെയ്യാൻ. പക്ഷേ കരിഞ്ഞു പോകരുത്. ഇനി ഒരു ടിഷ്യൂ പേപ്പറോ ഒരു തുണിയോ വെച്ചിട്ട് ഇങ്ങനെ സൈഡ് ഭാഗം ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ പ്രസ് ചെയ്തതിനനുസരിച്ച് ഇതിങ്ങനെ പൊങ്ങി വരും. ഇതാപ്പോൾ കണ്ടോ നമ്മൾ ചപ്പാത്തി നല്ല പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ പൊങ്ങി വരുമ്പോൾ അതേപോലെ മെല്ലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നല്ല പൊള്ളച്ചിട്ട് വരും. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാതും ചുട്ടിട്ടെടുക്കാം. അതേപോലെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ തുണി വെച്ചിട്ടോ പ്രസ് ചെയ്ത് കൊടുത്താൽ അങ്ങനെ പൊങ്ങി വന്നോളും. അപ്പോൾ നമ്മളെ ചപ്പാത്തിയൊക്കെ എല്ലാതും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഇതേപോലെ തന്നെ ചെയ്താൽ മതി. നമുക്ക് എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാനും പറ്റും. അധികം നേരം കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്.